പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിലൂടെ രോഹിണി നക്ഷത്രക്കാരുടെ സ്വഭാവം, വിദ്യാഭ്യാസം, തൊഴിൽ, വിവാഹം, ആരോഗ്യം, ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, അവയ്ക്കുള്ള പരിഹാരങ്ങൾ തുടങ്ങി രോഹിണി നക്ഷത്രത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. രോഹിണി നക്ഷത്രം ഭാരതീയ ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളിൽ 4-മത്തേതാണ് രോഹിണി നക്ഷത്രം. ഇത് ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ആകാശത്ത് ഇത് ആൽഡിബ്രൻ എന്ന തിളങ്ങുന്ന ചുവന്ന നക്ഷത്രമായി കാണാം. രോഹിണി എന്ന വാക്കിന്റെ അർത്ഥം ചുവന്നവൾ അഥവാ ഉയർന്നു വരുന്നവൾ എന്നാണ്. ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം ഒരു രഥം അഥവാ കാളവണ്ടിയാണ്. ഹൈന്ദവ പുരാണ പ്രകാരം ചന്ദ്രന്റെ 27 ഭാര്യമാരിൽ ഏറ്റവും പ്രിയപ്പെട്ടവൾ രോഹിണിയാണ്. ചന്ദ്രൻ മറ്റു ഭാര്യമാരെ ഉപേക്ഷിച്ച് രോഹിണിയോടൊപ്പം മാത്രം ചിലവഴിച്ചു. ഇതാണ് ഈ നക്ഷത്രത്തിന്റെ അത്ഭുത ആകർഷണ ശക്തിക്ക് കാരണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചത് രോഹിണി നക്ഷത്രത്തിലാണ്. ഇത് ഈ നക്ഷത്രത്തിന്റെ ദൈവീക പ്രാധാന്യം വ്യക്തമാക്കുന്നു. അടിസ്ഥാന വിവരങ്ങൾ: നക്ഷത്ര നമ്പർ 4-മത്തേത്, രാശി ഇടവം, അധിപൻ ചന്ദ്രൻ, ദേവത ബ്രഹ്മാവ്, ഗണം മനുഷ്യഗണം, ഭാഗ്യവർണം വെള്ള ഇളംപച്ച, ഭാഗ്യസംഖ്യ 2, 6, ഭാഗ്യദിവസം തിങ്കളാഴ്ച, ഭാഗ്യരത്നം മുത്ത്, ചിഹ്നം രഥം അല്ലെങ്കിൽ കാളവണ്ടിയാണ്, പക്ഷി കൊക്കാണ്, വൃക്ഷം ജംബു അല്ലെങ്കിൽ നാവൽ മരമാണ്. സ്വഭാവ സവിശേഷതകൾ: അത്ഭുത ആകർഷണ ശക്തി. രോഹിണി നക്ഷത്രക്കാർ ചന്ദ്രന്റെ ഏറ്റവും പ്രിയ നക്ഷത്രത്തിൽ ജനിച്ചവർ. അതുകൊണ്ട് ഇവർക്ക് ജന്മന ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ഉണ്ട്. ഏതൊരു മുറിയിൽ പ്രവേശിച്ചാലും ആളുകൾ ഇവരിലേക്ക് ആകർഷിക്കപ്പെടും. സ്ത്രീകളോ പുരുഷന്മാരോ ഏവരും ഇവരോട് ഇഷ്ടം തോന്നും. കലാവാസന ജന്മസിദ്ധം. സംഗീതം, നൃത്തം, ചിത്രകല, കവിത, ഫോട്ടോഗ്രാഫി, ഏത് കലയിലും ഇവർ മിന്നും. ഈ കലാവാസന ഒരു ദൈവദാനമാണ്. ബ്രഹ്മദേവന്റെ സൃഷ്ടിശക്തി ഇവർ വഴി കലയായി പ്രകടമാകുന്നു. ഭൗതിക ജീവിതം: നല്ല ഭക്ഷണം, സുന്ദരമായ വസ്ത്രം, അലങ്കാരമുള്ള ഗ്രഹം ഇവ ഇഷ്ടപ്പെടുന്നവർ. ജീവിതത്തിലെ ആഡംബരം ഇവർക്കൊരു ആവശ്യകതയാണ്. ഇവർ ഉള്ളിടത്ത് സൗന്ദര്യമുണ്ടാവും. ഗഹനമായ ക്ഷമ. ഒരിക്കൽ ലക്ഷ്യം ഉറപ്പിച്ചാൽ ക്ഷമയോടെ ഒറ്റ മനസ്സോടെ അത് നേടും. പൊതുവെ കാർത്തിക നക്ഷത്രക്കാരുടെ തീ പോലുള്ള ദേഷ്യമില്ല. ഇവർ ശാന്തരായ ദൃഢനിശ്ചയക്കാരാണ്. കൂറും വിശ്വസ്തതയും. ഒരിക്കൽ ഇഷ്ടപ്പെട്ടാൽ ആ ആൾക്ക് വേണ്ടി ഇവർ ജീവൻ പോലും കൊടുക്കും. കുടുംബം അല്ലെങ്കിൽ കൂട്ടുകാർ എന്നിവയിൽ ഇവർക്ക് ഏറ്റവും വിശ്വസ്തരായ ആളുകൾ ഒരു രോഹിണി നക്ഷത്രക്കാരനായിരിക്കും. ബിസിനസ് ബുദ്ധി, ലാഭം, ചന്ത, വ്യാപാരം ഇവർ ജന്മന അറിയും. ഈ ബുദ്ധി ഉപയോഗിക്കുന്ന ഏതൊരു ബിസിനസ്സിലും ഇവർ വിജയം നേടും. ഭക്ഷണപ്രേമം. രോഹിണി നക്ഷത്രക്കാർ ഒന്നുകിൽ അത്ഭുതകരമായ പാചകക്കാരാവും, അല്ലെങ്കിൽ ഭക്ഷണ വ്യവസായം ഇവരുടെ ജോലിയാകും. ഭക്ഷണവും ഇവരും തമ്മിലൊരു ദൈവബന്ധമുണ്ട്. ദോഷങ്ങൾ: ശാഠ്യം ഏറ്റവും വലിയ ദോഷം. ഒരിക്കൽ മനസ്സുറപ്പിച്ചാൽ ദൈവം വന്നാലും മാറ്റാൻ കഴിയില്ല. ഈ ശാഠ്യം ചിലപ്പോൾ അവരെ തന്നെ ദ്രോഹിക്കും. ഭൗതിക ആഗ്രഹം അതിര് കടക്കും. ചിലപ്പോൾ ആവശ്യം കഴിഞ്ഞു ചെലവ് ചെയ്യും. ദൂർത്തൊഴിവാക്കാൻ ബോധപൂർവ്വ ശ്രമം വേണം. ഉടമസ്ഥ ഭാവം. ഇഷ്ടമുള്ളവർ മറ്റൊരാളോട് ഒന്ന് സംസാരിച്ചാൽ പോലും അസൂയുണ്ടാവും. ഇത് ബന്ധങ്ങളിൽ ഉദ്യോഗം ഉണ്ടാക്കും. ഭൂതകാലം ഉപേക്ഷിക്കില്ല. കഴിഞ്ഞ ഓർമ്മകൾ നല്ലതോ ചീത്തയോ ഇവർ ഒരിക്കലും മറക്കില്ല. ഇത് ചിലപ്പോൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കും. ആലോചനയിൽ മുഴുകും. കഠിനാധ്വാനം ഒഴിവാക്കാൻ ശ്രമിക്കും. ആലോചിച്ചിരിക്കും, പക്ഷെ ചെയ്യില്ല. ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ: തൊണ്ടയും ശ്വാസകോശവും, ടോൺസിൽ, ജലദോഷം, ശ്വാസതടസ്സം, ഹോർമോൺ അസന്തുലിതാവസ്ഥ, കാരണം ചന്ദ്രൻ അധിപനായതിനാൽ. ഭാരം: ഭക്ഷണപ്രേമം കൂടുതലാണ്. ഭാരം കൂടാൻ സാധ്യത. കഴുത്ത്, ചുമൽ ദുർബലമാകാം. ദഹനശക്തി: ഇടയ്ക്കിടെ ദഹന പ്രശ്നം വരാം. ആരോഗ്യ ടിപ്സ്: ദൈനംദിനം നടക്കുക, നീന്തൽ ഉത്തമം, ഭക്ഷണ നിയന്ത്രണം പ്രത്യേകിച്ച് മധുരം, എണ്ണയവ. ചന്ദ്രദർശനം: രാത്രി ചന്ദ്രനെ നോക്കുക. ചന്ദ്രശക്തിയുടെ ആകിരണമായിട്ട് കണക്കാക്കപ്പെടും. ധ്യാനം, ശ്വാസവ്യായാമം തുടങ്ങിയവയും നല്ലതാണ്. രോഹിണി നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസം: ഓം ശ്രീ ഗണേശായ നമഃ, ഓം സരസ്വതി നമഃ. ജ്യോതിഷത്തിൽ രോഹിണി നക്ഷത്രത്തിന്റെ അധിപതി
ചന്ദ്രനാണ്. ചന്ദ്രൻ മനസ്സിനെയും ഓർമ്മശക്തിയെയും ചിന്താശേഷിയെയും നിയന്ത്രിക്കുന്ന ഗ്രഹമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഗ്രഹണശക്തിയും പഠിക്കാനുള്ള താല്പര്യവും ഉണ്ടാവുമെന്ന് ജ്യോതിഷ പാരമ്പര്യം പറയുന്നു. ബാല്യകാല പഠനം. ചെറുപ്പം മുതൽ തന്നെ ഇവർക്ക് പുതിയ കാര്യങ്ങൾ അറിയാൻ വലിയ ആകാംക്ഷയുണ്ടാവും. അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്ക് ലഭിച്ചിരിക്കും. എന്നാൽ മനസ്സ് ശാന്തമായിരിക്കുമ്പോഴാണ് ഇവരുടെ യഥാർത്ഥ കഴിവ് പ്രകടമാവുന്നത്. വീട്ടിലെ സമാധാനവും മാതാപിതാക്കളുടെ പ്രോത്സാഹനവും രോഹിണി നക്ഷത്രക്കാരുടെ പഠന വിജയത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഓർമ്മശക്തി. രോഹിണി നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓർമ്മശക്തിയാണ്. ഒരിക്കൽ പഠിച്ച കാര്യങ്ങൾ ദീർഘകാലം മനസ്സിൽ സൂക്ഷിക്കാൻ ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് പരീക്ഷകളിലും മത്സര പരീക്ഷകളിലും നല്ല വിജയം നേടാൻ കഴിയും. പഠന രീതി. ഇവർ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, അറിവ് നേടാനും കൂടിയാണ്. വായന ഇഷ്ടപ്പെടും, ഗവേഷണ മനോഭാവം കാണിക്കും, ചോദ്യങ്ങൾ ചോദിച്ച് പഠിക്കാൻ താല്പര്യം കാണിക്കും, പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഇഷ്ടപ്പെടും. അനുയോജ്യമായ പഠന മേഖലകൾ: മെഡിസിൻ, അധ്യാപനം, ബാങ്കിംഗ്, അക്കൗണ്ടിംഗ്, കൃഷിശാസ്ത്രം, സംഗീതം, സാഹിത്യം, നിയമം, മാനേജ്മെൻറ്റ്, കമ്പ്യൂട്ടർ സയൻസ്, ഡിസൈൻ, ആർക്കിടെക്ചർ തുടങ്ങിയവയിൽ ഇവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ചന്ദ്രന്റെ സ്വാധീനം കാരണം ചിലപ്പോൾ മനസ്സിന് അസ്ഥിരത വരാം. ചെറിയ നിരാശകൾ പോലും പഠനത്തെ ബാധിക്കാം. മറ്റുള്ളവരുടെ വിമർശനം മനസ്സിൽ കൊണ്ടു നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികളെ സ്നേഹത്തോടെ പഠിപ്പിക്കുക. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക. അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. സംഗീതം, കല, വായന എന്നിവയിൽ പങ്കെടുക്കാൻ അവസരം നൽകുക. വിദ്യ എന്നത് ജോലി നേടാനുള്ള മാർഗം മാത്രമല്ല, അത് ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ദീപമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ലഭിച്ചിട്ടുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വിനയത്തോടും പരിശ്രമത്തോടും ചേർത്താൽ വിദ്യാഭ്യാസത്തിലും ജീവിതത്തിലും വലിയ ഉയരങ്ങൾ കൈവരിക്കാൻ കഴിയും. സരസ്വതി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓം ഐം സരസ്വതി നമഃ. രോഹിണി നക്ഷത്രക്കാർ തൊഴിലും കരിയറും. ഓം ശ്രീ ഗണേശായ നമഃ. ഓം മഹാലക്ഷ്മി നമഃ. ജ്യോതിഷ പാരമ്പര്യം അനുസരിച്ച് രോഹിണി നക്ഷത്രത്തിന്റെ അധിപതി ചന്ദ്രനാണ്. മനസ്സ്, ചിന്ത, സൃഷ്ടിപരത, കരുണ എന്നിവയുടെ പ്രതീകമായ ചന്ദ്രന്റെ സ്വാധീനം ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പ്രത്യേക കഴിവുകൾ നൽകുന്നുവെന്ന് കരുതപ്പെടുന്നു. രോഹിണി നക്ഷത്രക്കാർ ഒരു ജോലി വെറും ഉപജീവന മാർഗമായി കാണുന്നവരല്ല. അവർ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയും ഗുണമേന്മയും പുലർത്താൻ ആഗ്രഹിക്കും. ഏത് ജോലിയാണെങ്കിലും അതിൽ പൂർണ്ണത കൈവരിക്കാൻ ശ്രമിക്കും. സഹപ്രവർത്തകരുമായി സൗഹൃദപരമായി ഇടപെടുന്നതുകൊണ്ട് എല്ലാവരുടെയും ആദരവ് നേടാറുണ്ട്. നേതൃപാടവം. പുറമെ ശാന്തരായി തോന്നുമെങ്കിലും ആവശ്യമായ സമയത്ത് നേതൃത്വം ഏറ്റെടുക്കാൻ ഇവർക്ക് കഴിയും. ഒരു സ്ഥാപനത്തിൻ്റെയോ കുടുംബ ബിസിനസ്സിൻ്റെയോ സാമൂഹിക പ്രവർത്തനങ്ങളുടെയോ ചുമതല ലഭിച്ചാൽ ഉത്തരവാദിത്തോടെ അത് നിർവഹിക്കാൻ ശ്രമിക്കും. അനുയോജ്യമായ മേഖലകൾ: അധ്യാപനം, പ്രൊഫസർ, പരിശീലകൻ, ഡോക്ടർ, നഴ്സ്, ഫാർമസി, ബാങ്കിംഗ്, ഫിനാൻസ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കൃഷിയും ഫാം മാനേജ്മെൻറ്റും, ഭക്ഷ്യവ്യവസായം, ഹോട്ടൽ, ടൂറിസം, സിനിമ, സംഗീതം, നൃത്തം, ഫാഷൻ, ആഭരണ വ്യാപാരം, റിയൽ എസ്റ്റേറ്റ്, IT മേഖല, സംരംഭകത്വം തുടങ്ങിയവ. സാമ്പത്തിക സ്ഥിതി: രോഹിണി നക്ഷത്രക്കാർക്ക് ധനകാര്യ കാര്യങ്ങളിൽ നല്ല വിവേകമുണ്ടാകാറുണ്ട്. സമ്പാദിക്കുന്നതിനോടൊപ്പം ഭാവിക്കായി സമ്പാദ്യം മാറ്റിവെക്കാനും അവർ ശ്രമിക്കും. അതുകൊണ്ട് മധ്യവയസ്സോടെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷ പാരമ്പര്യം പറയുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അമിത വികാരങ്ങൾ തൊഴിൽ തീരുമാനങ്ങളെ ബാധിക്കാതിരിക്കുക. എല്ലാവരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക. പ്രധാന നിക്ഷേപങ്ങൾക്ക് മുമ്പ് ആലോചിക്കുക. സമയനിഷ്ഠയും കൃത്യതയും പാലിക്കുക. ആത്മീയ ഉപദേശം: എല്ലാ തിങ്കളാഴ്ചയും ഭഗവാൻ ശിവനെ ആരാധിക്കുന്നത് മനഃശാന്തിക്ക് സഹായകരമാണെന്ന് പാരമ്പര്യം പറയുന്നു. പാലഭിഷേകം നടത്തുക. ഓം നമഃ ശിവായ ജപിക്കുക. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ആദരിക്കുക. രോഹിണി നക്ഷത്രക്കാർക്ക് യോജിക്കുന്നതും യോജിക്കാത്തതുമായ നക്ഷത്രങ്ങൾ. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം: വിവാഹം നിശ്ചയിക്കാൻ നക്ഷത്രം മാത്രം നോക്കുന്നത് മതിയാകില്ല. വേദജ്യോതിഷത്തിൽ ദിനം, ഗണം, മഹേന്ദ്രം, സ്ത്രീ ദീർഘം, യോനി, രഞ്ജു, വേദ, നാഡി, രാശി, രാശ്യാധിപൻ തുടങ്ങി പൊരുത്തങ്ങളും ഏറ്റവും പ്രധാനമായി ഇരുവരുടെയും
സമ്പൂർണ്ണ ജാതക പൊരുത്തവും പരിശോധിക്കണം. പൊതുവെ നല്ല പൊരുത്തം കാണുന്ന നക്ഷത്രങ്ങൾ മകീരം. പരസ്പര ബഹുമാനവും മനസ്സിലാക്കലും നല്ല രീതിയിൽ വളരാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ സമാധാനം നിലനിൽക്കാൻ സഹായിക്കും. ഉണർദം. സ്നേഹവും വിശ്വാസവും നിറഞ്ഞ ബന്ധം. ഒരാൾ മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്വഭാവം കാണാം. പൂരം. സന്തോഷവും കലാസ്വഭാവവും കുടുംബസ്നേഹവും പങ്കിടുന്ന ബന്ധമായി കരുതപ്പെടുന്നു. ഉത്രം. ഉത്തരവാദിത്വ ബോധവും സ്ഥിരതയുമുള്ള ദാമ്പത്യ ജീവിതത്തിന് അനുകൂലമായതായി ജ്യോതിഷ പാരമ്പര്യം പറയുന്നു. അത്തം. ജീവിത ലക്ഷ്യങ്ങളിൽ പരസ്പര പിന്തുണയും നല്ല ആശയവിനിമയവും ഉണ്ടാവാൻ സാധ്യത. ചോതി. സൗഹൃദവും പരസ്പര ബഹുമാനവും അടിസ്ഥാനമാക്കിയുള്ള നല്ല ബന്ധം വളരാൻ സാധ്യത. കൂടുതൽ ശ്രദ്ധ ആവശ്യമായ നക്ഷത്രങ്ങൾ കാർത്തിക. രണ്ടുപേരും സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാൻ സാധ്യതയുള്ളതിനാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ആയില്യം. വികാരപ്രകടനത്തിലെ വ്യത്യാസങ്ങൾ കാരണം തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. തൃക്കേട്ട. സംശയമോ ആശയവിനിമയക്കുറവോ ഉണ്ടായാൽ ബന്ധം ദുഷ്കരമാകാൻ സാധ്യതയുണ്ട്. മൂലം. ജീവിത വീക്ഷണത്തിലും തീരുമാനങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. നല്ല പരസ്പര ധാരണ ആവശ്യമാണ്. വിവാഹ ജീവിതത്തിന്റെ രഹസ്യം. നക്ഷത്ര പൊരുത്തത്തേക്കാൾ പ്രധാനപ്പെട്ടത് സ്നേഹം, വിശ്വാസം, ക്ഷമ, തുറന്ന ആശയവിനിമയം, പരസ്പര ബഹുമാനം. ഇവയുണ്ടെങ്കിൽ പല വെല്ലുവിളികളെയും ഒരുമിച്ച് അതിജീവിക്കാൻ കഴിയും. യന്ത്രനാര്യസ്തു പൂജിതേ രമതേ തന്ത്ര ദേവത. സ്ത്രീകളെ ബഹുമാനിക്കുന്ന വീട്ടിലാണ് ദേവതകൾ വസിക്കുന്നത്. അതുപോലെ ഭർത്താവും ഭാര്യയും പരസ്പരം ബഹുമാനിക്കുന്ന കുടുംബത്തിലാണ് യഥാർത്ഥ ഐശ്വര്യം നിലനിൽക്കുന്നത്. ജ്യോതിഷം ദിശ കാണിച്ചു തരുന്ന ഒരു ദീപമാണ്. എന്നാൽ കുടുംബജീവിതത്തെ വിജയിപ്പിക്കുന്നത് സ്നേഹവും ധർമ്മവും പരസ്പര ബഹുമാനവുമാണ്. അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാരായാലും മറ്റേതെങ്കിലും നക്ഷത്രക്കാരായാലും വിവാഹത്തിനു മുമ്പ് സമ്പൂർണ്ണ ജാതക പൊരുത്തം പരിശോധിക്കുകയും വിവാഹശേഷം ധാർമ്മികമായ ജീവിതം നയിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം. ആരോഗ്യം. ചന്ദ്രന്റെ ആധിപത്യമുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ജീവശക്തി ലഭിക്കുന്നുവെന്ന് ജ്യോതിഷം പറയുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: മനസ്സിന്റെ അമിത ചാഞ്ചാട്ടം, ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും, ഉറക്കക്കുറവ്, ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, ശരീരഭാരം കൂടാനുള്ള സാധ്യത, തൊണ്ട, കഴുത്ത്, ശ്വാസകോശം എന്നിവയുമായി ബന്ധപ്പെട്ട ചെറിയ ബുദ്ധിമുട്ടുകൾ. ഇവ എല്ലാവർക്കും ഉണ്ടാകുമെന്നല്ല. ജീവിതശൈലി, ഭക്ഷണരീതി, വൈദ്യപരമായ ഘടകങ്ങൾ എന്നിവയും ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. ആരോഗ്യത്തിനുള്ള മാർഗങ്ങൾ: ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക, ദിവസവും നടക്കുകയോ യോഗ അഭ്യസിക്കുകയോ ചെയ്യുക, സാത്വിക ഭക്ഷണം ശീലമാക്കുക, മതിയായ ഉറക്കം ഉറപ്പാക്കുക, ധ്യാനവും പ്രാണായാമവും ചെയ്യുക. ജീവിതത്തിൽ നേരിടാവുന്ന വെല്ലുവിളികൾ: അമിത വികാരങ്ങൾ. സ്നേഹിക്കുന്നവരുടെ ഒരു വാക്ക് പോലും ഇവരുടെ മനസ്സിനെ വേദനിപ്പിച്ചേക്കാം. പരിഹാരം: ആത്മനിയന്ത്രണം വളർത്തുക, ക്ഷമ അഭ്യസിക്കുക. എല്ലാവരെയും വിശ്വസിക്കുന്ന സ്വഭാവം. ഇത് ചിലപ്പോൾ നിരാശയ്ക്ക് ഇടയാക്കാം. പരിഹാരം: വിശ്വാസത്തോടൊപ്പം വിവേകവും പുലർത്തുക. സാമ്പത്തിക ചിലവുകൾ. സൗന്ദര്യബോധവും കുടുംബസ്നേഹവും കാരണം ചിലപ്പോൾ ആവശ്യത്തിലധികം ചിലവഴിക്കാം. പരിഹാരം: വരവിനും ചിലവിനും കൃത്യമായ പദ്ധതി തയ്യാറാക്കുക. കുടുംബ ആശങ്ക. കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങൾ സ്വന്തം മനസ്സിൽ ഏറ്റെടുക്കുന്ന സ്വഭാവം സമ്മർദ്ദം കൂട്ടാം. പരിഹാരം: എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് മനഃശാന്തി നിലനിർത്താൻ ശ്രമിക്കുക. ആത്മീയ പരിഹാരങ്ങൾ: തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം, പാലഭിഷേകം, ഓം നമഃശിവായ 108 പ്രാവശ്യം ജപിക്കുക. പൗർണമി ദിവസം ചന്ദ്രദർശനം നടത്തുക. വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. പാലോ അരിയോ ദാനം ചെയ്യുക. സമ്മർദ്ദമുണ്ടാവുന്ന വേളകളിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുക. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷിയമാമൃത. മനഃശാന്തിക്കും ആത്മവിശ്വാസത്തിനുമായി പലരും ഈ മന്ത്രം ജപിക്കാറുണ്ട്. 4 പാദങ്ങളുടെ ഫലങ്ങൾ. 1-ാം പാദം ആത്മവിശ്വാസം, നേതൃത്വ പാടവം, ധൈര്യം, വേഗത്തിൽ തീരുമാനമെടുക്കുന്ന സ്വഭാവം. ശ്രദ്ധിക്കേണ്ടത് എടുത്തുചാട്ടം ഒഴിവാക്കുക. 2-ാം പാദത്തിൽ ജനിച്ചവർ ധനകാര്യബോധം, കുടുംബസ്നേഹം, മധുരമായ സംസാരം, കലാപരമായ കഴിവുകൾ. ശ്രദ്ധിക്കേണ്ടത് ആഡംബര ചെലവുകൾ നിയന്ത്രിക്കുക. 3-ാം പാദം നല്ല വിദ്യാഭ്യാസം, ആശയവിനിമയ മികവ്, എഴുത്ത്, അധ്യാപനം, പ്രഭാഷണം എന്നിവയിൽ കഴിവ്. ശ്രദ്ധിക്കേണ്ടത് മനസ്സിന്റെ ചാഞ്ചാട്ടം നിയന്ത്രിക്കുക. 4-ാം പാദം ആത്മീയത, കരുണ, സേവന മനോഭാവം, കുടുംബ ബന്ധങ്ങളിൽ ആത്മാർത്ഥത. ശ്രദ്ധിക്കേണ്ടത് അമിത വികാരങ്ങൾ ജീവിതത്തെ നിയന്ത്രിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.
രോഹിണി നക്ഷത്രക്കാർക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ സ്നേഹവും കരുണയും സൃഷ്ടിപരതയും കുടുംബസ്നേഹവുമാണ്. ഈ ഗുണങ്ങളെ ധർമ്മത്തോടും വിനയത്തോടും ചേർത്ത് ഉപയോഗിച്ചാൽ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും ആത്മീയ വളർച്ചയും കൈവരിക്കാൻ കഴിയും. അവസാനമായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്.